പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് സമ്മേളനം ആരംഭിക്കുന്നത്. ഇരുസഭകളെയും സംയുക്തമായാണ് രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുക. നാളെ രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കും. വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്നും സജീവ് സി വാര്യ ആണ് ചേരുന്നത്. സജീവ്, ഗുഡ് മോർണിംഗ്. എന്തായാലും തെരഞ്ഞെടുപ്പ് വർഷമാണ്, അതുകൊണ്ട് തന്നെ പ്രഖ്യാപനങ്ങൾ ഏറെയുണ്ടാകും എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. സാധാരണ നിലയിൽ ഈ ബജറ്റൊക്കെ അവതരിപ്പിക്കുമ്പോൾ എന്തെല്ലാം ഉൽപ്പന്നങ്ങൾക്ക്, സേവനങ്ങൾക്ക് വില വർദ്ധിക്കും, കുറയും എന്നൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ശ്രദ്ധിക്കാറ്. പക്ഷേ GST കൗൺസിൽ വന്നതോടുകൂടി അതിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇനിയിപ്പോൾ ഈ വരുമാന പരിധിയിൽ മാറ്റമുണ്ടാകുമോ എന്നതുപോലുള്ള കാര്യങ്ങൾക്കാണല്ലോ പ്രാധാന്യമുണ്ടാവുക. ഇന്ന് ബജറ്റ് സമ്മേളനം ആരംഭിക്കുകയാണ്. എങ്ങനെയാണ് പൊതുവെ ഈ സമ്മേളന കാലയളവിനെ വിലയിരുത്തപ്പെടുന്നത്? അഭിലാഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ചർച്ചകളാണ് നമ്മൾ നേരത്തെ നടത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഈ 10 ദിവസത്തെ സമ്മേളനത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠകളും ആശങ്കകളും അതേപോലെ പ്രതീക്ഷകളും ജനങ്ങൾക്കും രാഷ്ട്രീയ വിശകലന വിദഗ്ധർക്കും എല്ലാം ഉണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത്തവണ പ്രത്യേക ചില ബില്ലുകൾ പൊടുന്നനെ വന്ന് അവതരിപ്പിക്കപ്പെടുമോ എന്നുള്ള സംശയം നിലവിലുണ്ട്. പൗരത്വ ബില്ല് അടക്കമുള്ള ബില്ലുകൾ വരുമോ എന്നുള്ള സംശയമുണ്ട്. നിയമമാക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഒപ്പം 10 ദിവസം നീളുന്നതാണ് സമ്മേളനം. ഇന്ന് ഇരുസഭകളെയും ദ്രൗപദി മുർമു പ്രസിഡന്റ് അഭിസംബോധന ചെയ്യും. അതിനുശേഷം നാളെ ഇടക്കാല ബജറ്റ് അവതരിപ്പിക്കും. നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുന്ന ബജറ്റിലെ എന്തൊക്കെയായിരിക്കും എന്നുള്ള പ്രതീക്ഷകൾ ഇപ്പോൾ ഉണ്ട്. അതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ വരുമാനം സംബന്ധിച്ച ആദായ നികുതി സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഉണ്ടാകുമോ, ക്ഷേമ പദ്ധതികൾ ഉണ്ടാകുമോ എന്നെല്ലാം ഉണ്ട്. ഇടക്കാല ബജറ്റ് ആയതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായുള്ള എല്ലാ തരത്തിലുള്ള ക്ഷേമ അല്ലെങ്കിൽ ഒരു തരത്തിൽ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ സുഖിപ്പിക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ജനക്ഷേമകരമായ നീക്കങ്ങളെല്ലാം തന്നെ ഈ പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യമാണ് അറിയാനുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില ബില്ലുകൾ, വിവാദമായ ചില ബില്ലുകൾ കൂടി അവതരിപ്പിക്കപ്പെടുമോ എന്നുള്ള കാര്യവും. അതായത് സജീവ്, കഴിഞ്ഞ ദിവസം കേരളത്തിൽ തന്നെ BJP നേതാവും നടനുമായി സുരേഷ് ഗോപി, തൃശ്ശൂർ സ്ഥാനാർത്ഥിയാവുന്ന സുരേഷ് ഗോപി വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുക തന്നെ ചെയ്യും, അത് കേരളയിൽ പോലെ ആയിരിക്കില്ല എന്ന്. അതിനു മുമ്പ് പശ്ചിമ ബംഗാളിലേക്കാണ് കൂടുതൽ ആളുകൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെ കുടിയേറുന്നത്. അവിടെ പൗരത്വ നിയമം നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്ന് ചാന്ദ്രു ഠാക്കൂറിനെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നു. അപ്പോൾ കേന്ദ്രമന്ത്രിമാരും BJPയുടെ മുതിർന്ന നേതാക്കളുമൊക്കെ മുന്നേ തന്നെ ഇത്തരം കാര്യങ്ങൾ പറയുകയാണ്. അതായിരിക്കുമല്ലേ ഈ പ്രതിപക്ഷം കൂടുതൽ കരുതലോടെ ഇരിക്കേണ്ട ഒരു സമ്മേളനമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്? ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ നീക്കം ED അടക്കമുള്ള ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ, ഇന്ത്യ സഖ്യത്തെ പ്രഹരിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചില നീക്കങ്ങളിലൂടെ അവരെ ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ബംഗാളിലെ വേദിയിൽ കഴിഞ്ഞ ദിവസം മന്ത്രി ഠാക്കൂർ പറഞ്ഞതുപോലെ പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ തീരുമാനമെടുക്കും, ഉടനെ തന്നെ ഉണ്ടാകും എന്ന് പറയുന്നു. സുരേഷ് ഗോപി കണ്ണൂരിൽ വെച്ച് ഇക്കാര്യം പറയുന്നു. അതായത് യൂണിയൻ ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് വ്യക്തമാക്കുന്നു. കേരളയിൽ പോലെ ആകില്ല എന്ന് പറയുന്നു. ഇത്തരത്തിൽ പ്രതിപക്ഷത്തെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ചില തരത്തിൽ ഒരു അസ്വസ്ഥപ്പെടുത്താനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം ഏതു തരത്തിലായിരിക്കും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായും ചർച്ചയായിട്ടുണ്ടാകും. ഇന്നലെ നടന്ന സർവകക്ഷി സമ്മേളനത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന സസ്പെൻഷനുകൾ പിൻവലിച്ചിരുന്നു. കേരളത്തിൽ നിന്നുള്ള MP അടക്കമുള്ള ആളുകളുടെ സസ്പെൻഷൻ പിൻവലിച്ചതിന് ശേഷമാണ് ഇന്ന് സമ്മേളനം ആരംഭിക്കുന്നത്. നാളെ ബജറ്റാണ്, കേന്ദ്ര ബജറ്റ് 11 മണിക്കായിരിക്കും നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കുക. എന്തായാലും സൂചിപ്പിക്കുന്ന പോലെ സജീവ്, ഇത്തവണത്തെ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. കഴിഞ്ഞ തവണ പ്രതിപക്ഷ നിരയിലിരുന്ന JDU ഇത്തവണ ഭരണപക്ഷത്തോടൊപ്പമാണ് ഇരിക്കുന്നത്. പശ്ചിമ ബംഗാളിലേക്ക് വീണ്ടും ന്യായയാത്രയൊക്കെ എത്തുകയാണ്. അതിനിടയിലാണ് ഇന്ത്യ മുന്നണി ഏതാണ്ട് തകർന്ന സാഹചര്യം തന്നെയാണ് എന്നിപ്പോൾ പറയാമല്ലോ. അതുകൊണ്ട് പ്രതിപക്ഷത്തിനൊരു ഐക്യമോ അല്ലെങ്കിൽ കൂടുതൽ വീറും വാശിയുമൊന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാനാവില്ലല്ലോ.
അഭിലാഷ്, ഇന്ത്യ മുന്നണി തകർന്നു എന്ന് പറയുന്നതിനപ്പുറം ഇന്ത്യ മുന്നണിയെ തകർക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ ശക്തമാക്കി എന്ന് പറയുന്നതായിരിക്കും ഒരുപക്ഷെ ഉചിതം. പ്രത്യേകിച്ചും ED ഉപയോഗിച്ചുള്ള നീക്കങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം നീക്കങ്ങൾ ഈ വിവിധ ഇടങ്ങളിലായി വിവിധ സംസ്ഥാനങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ടല്ലോ. ഏതായാലും അത്തരത്തിലുള്ള പ്രതിപക്ഷ നിരയിൽ നിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളോ ആക്രമണങ്ങളോ ഭരണപക്ഷത്തിന് നേരിടേണ്ടി വരുമെന്ന് പ്രതീക്ഷിക്കാൻ ആകില്ല. തീർച്ചയായും സൂചിപ്പിക്കുന്നു.